സ്ത്രീകളെ സ്പർശിക്കരുതെന്ന് ഒരിക്കൽ ഒരു ഗുരു തന്റെ ശിഷ്യനോട് പറഞ്ഞു. ഇരുവരും നീണ്ട ഒരു യാത്രയ്ക്ക് പുറപ്പെട്ടു. യാത്രക്കിടയില് ഒരു സുന്ദരിയായ യുവതി പുഴ കടക്കാൻ വിഷമിക്കുന്നത് കണ്ട് ഗുരു അവളെ തന്റെ തോളിൽ വഹിച്ചുകൊണ്ട് മറുകരയിൽ എത്തിച്ചു. ശിഷ്യനും ഗുരുവും വീണ്ടും യാത്ര തുടർന്നു. നീണ്ട നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ശിഷ്യൻ ഗുരുവിനോട് കോപത്തോടെ പറഞ്ഞു, ഗുരുവല്ലേ സ്ത്രീകളെ സ്പർശിക്കരുത് എന്ന് പറഞ്ഞത്? സ്പർശിക്കുക മാത്രമല്ല, അവളെ തന്റെ തോളിൽ വഹിച്ചുകൊണ്ട് മറുകരയിൽ എത്തിക്കുകയും ചെയ്തു. മറുപടിയായി ഗുരു ശിഷ്യനോട് പറഞ്ഞു, ഞാൻ എപ്പോഴേ ആ യുവതിയെ എന്റെ തോളിൽ നിന്ന് താഴെ ഇറക്കി. നീ ഇപ്പോഴും അവളെ നിന്റെ ഹൃദയത്തിൽ ഏറ്റി നടക്കുകയല്ലേ? ഹൃദയത്തിന് ഭാരമേറുന്നത് പലപ്പോഴും ഇന്നലകളിൽ ജീവിക്കുമ്പോഴാണ്. ഇന്നലകളിലെ സങ്കടങ്ങളും വേദനകളും തോൽവികളുമായാണ് നിങ്ങൾ ഇന്നും ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങളുടെ ഇന്നലകളിലാണ്. ഇന്നലകളിലെ സങ്കടങ്ങളും നാളെയുടെ ആകുലതകളുമായി ജീവിക്കാതെ ഇന്നിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്, നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളൂ. പച്ചവെള്ളവും ചൂടുവെള്ളവും കണ്ടാൽ രണ്ടും ഒരുപോലെയാണ്, പക്ഷേ തൊട്ടാല് ചൂടറിയും. മറ്റുള്ളവർ പറയുന്നത് കേട്ട് ആരെയും മനസ്സിലാക്കരുത്. ആളുകൾ നമ്മളെ വിധിക്കുമ്പോൾ അസ്വസ്ഥർ ആകുകയും അരുത്. അവർ നമ്മുടെ മുഖചിത്രം മാത്രമേ കണ്ടിട്ടുള്ളൂ. നമ്മുടെ കഥ ഒരിക്കലും അവർ കേട്ടിട്ടില്ല. ഒരാളെ തെറ്റിദ്ധരിക്കാൻ എളുപ്പമാണ്, പക്ഷേ അയാളെ മനസ്സിലാക്കാനാണ് പ്രയാസം. എല്ലാ കാര്യങ്ങളും കാണുവാനും അറിയുവാനും ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല, പക്ഷേ വിലയിരുത്തൽ നടത്താൻ ആഗ്രഹിക്കുന്ന കാഴ്ചകളെങ്കിലും മുഴുവനായി കാണാൻ ശ്രമിക്കണം. ആളുകൾ ഇഷ്ടപ്പെടാൻ വേണ്ടി മാത്രം നമ്മളൊന്നും മാറരുത്. നമ്മൾ നമ്മളായിരിക്കുക. ശരിയായ ആളുകൾ യഥാർത്ഥമായി നമ്മളെ ഇഷ്ടപ്പെടും. ഒരാളെ അറിയാൻ അവരെ അടുത്തറിയണം. ആ ഹൃദയമൊന്ന് തൊട്ടറിയണം, എങ്കിലേ അതിനുള്ളിലെ തണുപ്പറിയും. പച്ചവെള്ളവും ചൂടുവെള്ളവും കണ്ടാൽ രണ്ട് ബ്രസീലിയൻ ഫുട്ബോൾ ഇതിഹാസം പെലെയുടെ ജീവിതത്തിന്റെ ഒരു ഏട്. പെലെയ്ക്ക് 9 വയസ്സുള്ള സമയത്ത് പെലെയുടെ അച്ഛൻ 1950 ഉറുഗ്വായ് ബ്രസീൽ പോരാട്ടം നടക്കുമ്പോൾ ഉറുഗ്വായോട് തോറ്റ് ബ്രസീൽ നാണം കെട്ട് മറാക്കാന ദുരന്തം എന്ന പേരിൽ ഫുട്ബോൾ ചരിത്രകാരന്മാർ രേഖപ്പെടുത്താൻ സംഭവത്തിന് ശേഷം അതൊരു തെരുവോരത്തെ ബാറിൽ നിന്ന് ഈ രംഗം കണ്ട് സങ്കടപ്പെട്ട് കരഞ്ഞു വരുന്ന തന്റെ അച്ഛനെ കണ്ട് 9 വയസ്സുകാരനായ പെലെ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, അച്ഛൻ കരയണ്ട, ഐ വോണ്ട് ദ വേൾഡ് കപ്പ് ഫോർ ബ്രസീൽ. അച്ഛാ, ഞാൻ ഈ ബ്രസീലിന് വേണ്ടി ലോകകപ്പ് നേടുമെന്ന്. അപ്പോൾ അവന്റെ അച്ഛൻ അവനെ ചേർത്ത് പിടിക്കുന്ന ഒരു രംഗമുണ്ട്. വീണ്ടും വർഷങ്ങൾ കടന്നുപോയി. ബ്രസീലിന് വേണ്ടിയിട്ട് ലോകകപ്പ് നേടുമെന്ന് വാഗ്ദാനം ചെയ്ത പെലെയ്ക്ക് പിന്നെ ഫുട്ബോൾ കളത്തിലേക്കോ സ്കൂളിലേക്കോ അല്ല പോകേണ്ടി വരുന്നത്. വളരെ ദരിദ്രനായ തന്റെ കുടുംബത്തെ പോറ്റാൻ അച്ഛനോടൊപ്പം ആശുപത്രിയിലെ ശുചിമുറികൾ ക്ലീൻ ചെയ്യുന്ന ഒരു തൊഴിലാണ് അവന് കിട്ടിയത്. അച്ഛനോടൊപ്പം രണ്ടുപേരും രാവിലെ അമ്മ കൊടുക്കുന്ന ബ്രേക്ക്ഫാസ്റ്റുമായി പോകും, ശുചിമുറികൾ ക്ലീൻ ചെയ്യും. ഒരുപാട് തിക്താനുഭവങ്ങൾ അഭിമുഖീകരിക്കുന്ന പെലെ എന്ന സിനിമയിൽ വളരെ വ്യക്തമായി വർണ്ണിക്കുന്നുണ്ട്. ഈ ജോലിക്കിടെ കിട്ടുന്ന വിശ്രമ സമയം ഈ ആശുപത്രിയുടെ പിന്നാമ്പുറത്തെ മാന്തോട്ടത്തിലിരുന്നാണ് അച്ഛനും മോനും ചെലവഴിച്ചത്. ആ മാന്തോട്ടത്തിൽ നിന്ന് മാങ്ങകൾ പൊട്ടിച്ചെടുത്ത് അച്ഛൻ മകന് കൊടുത്ത് ഫുട്ബോളായി സങ്കല്പിച്ച് ഫുട്ബോളിന്റെ പല ട്രിക്കുകളും പല ടെക്നിക്കുകളും തന്റെ മകനെ പഠിപ്പിക്കും. അപ്പോഴൊക്കെ അച്ഛൻ മകനോട് പറയുന്ന ഒരു വാക്കുണ്ട്, എവരിതിങ് വിൽ കം ടു യു, എല്ലാം നിന്നിൽ വന്നു ചേരും. ആ വാക്ക് അവന് പ്രചോദനമായി മാറി. പിന്നീട് നമ്മൾ കാണുന്നത് 1956 പെലെ ലോക ഫുട്ബോളിൽ മത്സരിക്കുന്ന സമയത്ത് പെലെയുടെ കാൽമുട്ടിന് വലിയ പരുക്ക് പറ്റിയിട്ട് കളിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള സംശയത്തിലൊക്കെ ആകുന്ന രംഗങ്ങൾ വളരെ മനോഹരമായിട്ട് അതിനകത്ത് വർണ്ണിച്ചിട്ടുണ്ട്. പെലെയ്ക്ക് എന്ത് സംഭവിച്ചു? പെലെയുടെ കാൽമുട്ടി കളിക്കാൻ പറ്റാതെ ആകെ അന്തിച്ചു പോയ ഈ 16 വയസ്സുകാരൻ ചെറുപ്പക്കാരൻ ഈ ഫുട്ബോൾ ആൾക്കാരുടെ കാണികളുടെ ഹർഷാരവർക്ക് നടുവിൽ ചില ആകപ്പാടെ ഭയപ്പെട്ട് നിൽക്കുന്ന ഈ കുഞ്ഞു പയ്യൻ കാണിക്കുന്ന ഒരു ടെക്നിക്കുണ്ട്. തന്റെ ടീം തോറ്റു എന്ന് കാണുമ്പോൾ, തനിക്ക് കളി പുറത്തെടുക്കാനാവില്ല എന്ന് കാണുമ്പോൾ പെലെ കണ്ണുകൾ മെല്ലെ ഒന്നിങ്ങനെ അടയ്ക്കും. കണ്ണുകൾ മെല്ലെ ഇങ്ങനെ അടയ്ക്കുമ്പോൾ അവന്റെ അന്തരംഗത്തിലേക്ക് തന്റെ അച്ഛൻ പഠിപ്പിച്ചു കൊടുത്ത ടെക്നിക്കുകളും തന്റെ അച്ഛൻ തന്നോട് പറഞ്ഞ ബക്കപ്പ് എന്ന വാക്കും എവരിതിങ് വിൽ കം ടു യു എന്ന വാക്കും ഓർമ്മ വരും. പിന്നെ നമ്മൾ കാണുന്നത് പെലെയിൽ ഒരു അത്ഭുത മനുഷ്യനെയാണ്. തന്റെ കഴിവുകൾ സർവ്വതും പുറത്തെടുത്ത് അഭ്യാസം കാണിക്കുന്ന ഒരു പെലെയാണ് പിന്നെ നമ്മൾ കോർട്ടിൽ കാണുന്നത്. എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ,
നമ്മുടെ മക്കൾ ഒന്ന് കണ്ണടച്ചാൽ കൈ നീട്ടിയാൽ തൊടാവുന്ന അത്ര അടുത്താണ് ഓരോ അച്ഛനും അമ്മയും ഉള്ളത്. അവരുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ അവർ തളർന്നു പോകുമ്പോൾ, അവർ വീണു പോകുമ്പോൾ ഒന്ന് കണ്ണടച്ചാൽ നമ്മുടെ വാക്കുകൾ അവരെ ആ വീണിടത്ത് നിന്ന് വീരോടെ എഴുന്നേൽക്കുവാൻ പ്രേരിപ്പിക്കുന്ന വാക്കുകൾ നമുക്ക് നമ്മുടെ മക്കളോട് പറയാൻ നമുക്ക് കഴിയാറുണ്ടോ, നാം ശ്രമിക്കാറുണ്ടോ, അത് അവരുടെ ഓർമ്മയിൽ ഉണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഒരിക്കലെങ്കിലും പ്രണയിച്ചിട്ടുള്ളവരായിരിക്കും നമ്മളിൽ ഭൂരിഭാഗം പേരും. ചിലർക്കത് മനുഷ്യരോടാണെങ്കിൽ മറ്റു ചിലർക്ക് ദൈവത്തോടുമാണ് പ്രണയം. എന്തുകൊണ്ടും നഷ്ടപ്രണയങ്ങൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ കൊച്ചു ഭൂമി. അതുകൊണ്ടാണല്ലോ കവി പാടിയത്, നീ ഇല്ലാത്ത സ്വർഗം നരകമാണ് എനിക്ക്, നീ ഒപ്പമുള്ള ഏത് നരകം സ്വർഗവുമാണ്. പ്രണയത്തിൽ തോറ്റുപോയവരെ കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ബെത്ലഹേമിലെ ഡെന്നീസും ആമിയും ഒന്നിച്ചപ്പോൾ അവിടെ നിരഞ്ജന നഷ്ടമായത് അവൻ സ്വപ്നം കണ്ട ആമിയൊത്തുള്ള ജീവിതമായിരുന്നു. സ്വപ്നക്കൂടുമായി കമലയുടെ ജീവിതത്തിൽ കുഞ്ഞു ഞെത്തിയപ്പോൾ ദീപുവിന് നഷ്ടമായത് ആ അജ്ഞാത സുന്ദരിയായിരുന്നു. നിറത്തിലെ എബിയും സോനയും നമുക്കെന്നും പ്രിയപ്പെട്ടവരാകുമ്പോൾ എന്നും എബിക്കായി മധുരം നീട്ടുന്ന വർഷയ്ക്ക് നഷ്ടമായത് പ്രണയമായിരുന്നു. യെസ്, the lost love is always heart breaking. പ്രണയം നിങ്ങളുടെ ജീവിതത്തെ കുറച്ചുകൂടെ നല്ല മനുഷ്യരാക്കുന്നില്ലെങ്കിൽ ആ പ്രണയം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തോൽവി തന്നെയാണ്. സോ എവറി റിയൽ ലവ് ഷുഡ് മേക്സ് us a better person. ദൈവത്തിന്റെ വചനം പറയുന്നു, I have loved with you an everlasting love. ദൈവത്തിന്റെ പേരെന്താണ് എന്ന ചോദ്യവുമായി ഒരാൾ എത്തിയപ്പോൾ ഗുരുവിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ദൈവത്തെ മനുഷ്യർ വിളിച്ച പേരുകൾ ദൈവത്തിനുള്ള നിർവചനങ്ങളായിരുന്നില്ല, ദൈവത്തെ അവരനുഭവിച്ച രീതികൾക്ക് അവരിട്ട പേരായിരുന്നു. അങ്ങനെ അനാഥർക്ക് അവൻ അപ്പനും, ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചവും, ഒറ്റയ്ക്കായവർക്ക് സ്നേഹവുമായി. അത് ദൈവത്തോടുള്ള അവരുടെ ബന്ധത്തിന്റെ അടയാളപ്പെടുത്തലായിരുന്നു. അതുകൊണ്ട് ദൈവത്തെ എന്തു വിളിക്കുന്നു എന്നല്ല, എങ്ങനെ അനുഭവിക്കുന്നു എന്നതാണ് പ്രധാനം. സ്തുതിയായിരിക്കട്ടെ. ദൈവത്തിന്റെ പേരെന്താണ് എന്ന ചോദ്യവുമായി ഹൈന്ദവ പാരമ്പര്യത്തിൽ ഒരു മാന്ത്രിക കണ്ണാടിയുണ്ട്. ഈ കണ്ണാടിയുടെ പ്രത്യേകത എന്നത്, ആര് ഈ കണ്ണാടിയിൽ നോക്കുന്നോ കാണുന്നത് സ്വന്തം മുഖമല്ല, മറിച്ച് ഈ ലോകത്തിൽ ആരെയാണ് താൻ കൂടുതൽ സ്നേഹിക്കുന്നത് ആ ആളുടെ മുഖമാണ് ഈ മായ കണ്ണാടി പ്രതിഫലിപ്പിക്കുന്നത്. ഈ മായ കണ്ണാടി ആദ്യം ലഭിക്കുന്നത് ഹിഡുംബിക്കാണ്. ഹിഡുംബി ഇതിൽ നോക്കിയപ്പോൾ ആദ്യം കാണുന്നത് ഭീമനെയാണ്. ഹിഡുംബിക്ക് സന്തോഷമായി, കാരണം ഈ ലോകത്തിൽ താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഭീമനെയാണ്. ഹിഡുംബി ആ മായ കണ്ണാടിയുമായി ഭീമന്റെ അടുത്തേക്ക് ഓടുകയാണ്. ഭീമൻ അതിൽ നോക്കിയപ്പോൾ കാണുന്നത് ദ്രൗപദിയാണ്. ദ്രൗപദി ആ മായ കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്നത് പിള്ളാളി വീരനായ അർജുനനെ. നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവൻ നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കണമെന്നില്ല. ലോകത്തിൽ പലതും നമുക്ക് വിലയ്ക്ക് വാങ്ങാം, പക്ഷെ ഒരിക്കലും സ്നേഹം വിലയ്ക്ക് വാങ്ങാനോ പിടിച്ചു പറിക്കാനോ ആവില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, മലകൾ അകന്നേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല. ശ്രീരാമന്റെ വനവാസത്തിനിടയിലെ ഒരു കഥയുണ്ട്. അമ്പും വില്ലും ഒരു മരത്തിൽ കുത്തിവെച്ചതിന് ശേഷമാണ് ശ്രീരാമൻ ഒരു പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയത്. തിരികെ എത്തുമ്പോൾ അതൊരു തവളയുടെ വായിലാണ് കുത്തിവെച്ചത് എന്ന് മനസ്സിലാക്കി ശ്രീരാമന് സങ്കടമായി. നിനക്കൊന്ന് ഉറക്കെ കരയാമായിരുന്നില്ലേ എന്ന് ശ്രീരാമൻ തവളയോട് ചോദിച്ചു.
ശേഷിക്കുന്ന ജീവൻ വെച്ച് തവള ശ്രീരാമനോട് പറഞ്ഞു, ചെറുപ്പം മുതലേ രാമ രാമ എന്ന് വിളിച്ചാണ് ഞാൻ ജീവിച്ചത്. ഒരാപത്ത് വരുമ്പോൾ ആദ്യം ഉച്ചരിക്കുന്ന നാമവും രാമൻ എന്ന് തന്നെയാണ്. ആ രാമൻ തന്നെ ജീവിതത്തിൽ ഒരു ആപത്ത് വച്ച് നീട്ടുമ്പോൾ ഞാൻ ആരെ വിളിച്ച് കരയാനാണ്? എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലെ വലിയൊരു സങ്കടങ്ങളിൽ ഒന്നാണിത്. ദൈവമേ, നീ എന്റെ വേദനകളിൽ നീ എന്നെ ഒറ്റയ്ക്കാക്കി കടന്നു കളഞ്ഞുവല്ലോ എന്ന്. പക്ഷെ നമ്മൾ പോലും അറിയാത്ത ഒരു സത്യമുണ്ട്. നമ്മുടെ ദുഃഖ ദുരിതങ്ങളുടെ സമയത്ത് നാം പോലും അറിയാതെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. വേദന തരുന്ന ദൈവം വേദന സഹിക്കുവാനായിട്ടുള്ള ശക്തി കൂടി ദൈവം നമുക്ക് തരുന്നുണ്ട്. ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഇതാ ഞാൻ നിന്റെ കൂടെയുണ്ട്, നീ പോകുന്നിടത്തെല്ലാം നിന്നെ ഞാൻ കാത്തുരക്ഷിക്കും. ആകാശപ്പൂമുടി ചൂടി മുയിലാരപ്പട്ട് ചുറ്റി ഓണത്താറാടി വരുന്നേ, ഓണത്താറാടി വരുന്നേ. എല്ലാവർക്കും നല്ലൊരു ദിവസം പ്രാർത്ഥനയോടെ. ഗുഡ് നൈറ്റ്.